ഫ്രണ്ട്സ്, മലയാളത്തിന്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഓണായിട്ട് എന്താ പരിപാടി? ഓണായിട്ട് എന്താ, നമ്മള് പുതിയ ഡ്രസ്സൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് ഒരുങ്ങി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് സദ്യ കഴിക്കണം. അത് നിർബന്ധ. സദ്യ കഴിച്ച് നമുക്കൊന്ന് പോരാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പുറത്ത് പോയിട്ട് സദ്യ കഴിക്കണം നിർബന്ധമാണോ? പിന്നെ അല്ലാണ്ട് എന്തിട്ട് ചോദ്യം. നമുക്ക് ഇവിടെ സദ്യ ഉണ്ടാക്കിയാലോ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങനെ അധികം അറിയില്ല. എന്നാലും നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഓണസദ്യ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് വാഴയിലൊക്കെ വിരിച്ചിട്ട് പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്ന് സദ്യ അടിപൊളിയാവും. ഓണത്തല്ല് ഓണത്തല്ല് വേണ്ടേ? അതല്ല നല്ലത്. അപ്പൊ സാധനങ്ങളൊന്നും ഇല്ല പാടകളില് കിച്ചണില്? അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോയി വാങ്ങിയാലോ സാധനങ്ങളൊക്കെ? കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കി വരാൻ. അത് കുഴപ്പമില്ല, ഉച്ചക്കല്ലേ. നമ്മളിപ്പോ രാവിലെ കഴിച്ചിട്ട് ഫ്രഷ് ആണ്. രാവിലെ കഴിച്ചിട്ട് ഇപ്പൊ തന്നെ പോവാം. ഓക്കെ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാന്ന് വെച്ചാ. ഓക്കെ, പായസം പായസം മമ്മിക്ക് കൊടുക്കാന്ന് വെച്ചാ. പായസം നമുക്ക് പാലടായാലോ? പാല മതി, അപ്പൊക്കെ മതി. പാലട പായസത്തില് പഴം പപ്പടമൊക്കെ ഇങ്ങനെ കുഴച്ച് വാഴയില കുഴച്ചടിക്കാം. അടിപൊളിയല്ലേ? അടിപൊളി. പോയി നമുക്ക് സാധനം വാങ്ങാൻ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാകട്ടെ. ലിസ്റ്റ് ഉണ്ടാകും. ഓണിച്ച എന്തായി പരിപാടികള്? ഓണത്തിന്റെ സദ്യ ഒരുക്കങ്ങൾ ഒന്നും ആയിട്ടില്ല. ആയിക്കൊണ്ടിരിക്കണോ? ഞാനാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച ഓരോ കഷ്ണങ്ങളും സാധനങ്ങളും വലിപ്പം വെച്ചൊക്കെ അരിയുന്നത്. എന്തൊക്കെ കറികളായി? എത്രയൊക്കെ കൂട്ടുണ്ട് നമുക്ക് ഓണസദ്യക്ക് പ്രാവശ്യം? മനസ്സിൽ തോന്നുന്നത് ഇട്ട് വെച്ചോണ്ടിരിക്കുക. ആണോ? എത്ര കറി കൂട്ടായി ഇപ്പൊ? എത്ര ചേച്ചി? 5 കൂട്ടായിട്ടുണ്ട്. 5 കൂട്ടായ? സാമ്പാറ്, തോരൻ, കൂട്ടുകറി, കിച്ചടി, പിന്നെ ഇഞ്ചിക്കറി. അപ്പൊ 5 കൂട്ടായി. ഇനി എന്തൊക്കെ നമ്മൾ വെക്കണേ? അവിയല്, കാളൻ, ഓലൻ, പൈനാപ്പിൾ കറി, പിന്നെ പച്ചടി, പിന്നെ അച്ചാറ്, പരിപ്പ് കറി, പഴം പായസം, പപ്പടം, 2 തരം മറ്റേ ഇത് ഉപ്പേരി, കായ വറുത്തതും സർക്കൊട്ടുപ്പേരിയും. പിന്നെ സർക്കൊട്ടുപ്പേരി നമ്മളങ്ങനെയല്ല പറയാ. സർക്കൊട്ടുപ്പേരി എന്ന് പറയാ. നിങ്ങളോ? ശർക്കര വരട്ടിയാ? സർക്കൊട്ടുപ്പേരി കേട്ടിട്ടില്ല ആരും? സർക്കൊട്ടുപ്പേരി ഞാനും ആദ്യമായിട്ടാ കേൾക്കുന്നത്. ശർക്കര വരട്ടി ഞാന് ഇനി പറയാറ് സർക്കൊട്ടുപ്പേരുണ്ട്. ഓക്കെ, അപ്പൊ അത് 2 അപ്പൊ 20 കറി കൂട്ടായി. 20 ഐറ്റംസ് സർക്കൂട്ട് കൂട്ടിയിട്ടാണോ? സർക്കൂട്ടും കൂട്ടിയിട്ട് 20 ഐറ്റംസ് ആയി നമുക്ക്. ഇതൊന്നും കണ്ടുപഠിച്ചേക്കരുത് കേട്ടോ. ശർക്കര വരട്ടി പറഞ്ഞേ. സർക്കൊട്ടുപ്പേരുണ്ട്. ഞാൻ എന്തെങ്കിലും കൈസഹായം എന്തെങ്കിലും അത് പറയാൻ വരുമായിരുന്നു. അത് എങ്ങനെയാണോന്നാണ് അവിടെ കണ്ടിരിപ്പുണ്ട്. അതൊന്നും ശരിയാണ്. ചേച്ചി തുടക്ക് ഞങ്ങള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചേച്ചി. ഓക്കെ, ഞാനപ്പോ തേങ്ങ ചേർത്തിട്ട് വരാം. ഓക്കെ, എവിടെയാ? അവിടെ ചേർന്നാ മേശപ്പുറത്ത് അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചേട്ടാ എന്തായി? 3 നാളികേരല്ലേ? ഇപ്പൊ ശരിയല്ലോ? ഇപ്പൊ ശരിയോ? എന്നാലും തൽക്കാലം ഇതിപ്പോ ഇതാ. അവിടെ എന്തായി? അവിടെ ആയിക്കൊണ്ടിരിക്കാണ്. മോണിച്ചത് എന്നിട്ട് പരിപാടി? തന്നെ ഡ്രസ്സ് ഇന്നലെ വാങ്ങിച്ചതേ കുറച്ച് ലൂസായിരുന്നു. ഞാനപ്പോ അതൊന്ന് ഷേപ്പ് ചെയ്യായിരുന്നു. ലൂസ് ആവുന്ന എനിക്ക് അറിയായിരുന്നു. തോമാസിന്റെ ഡ്രസ്സോ? അതും ലൂസാ. അത് പിന്നെ ലൂസാ ഇട്ട് അവന് പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോവാ. അത് കാരണം അങ്ങനെ എടുത്തതാ. അപ്പൊ ഓണക്കോടികളൊക്കെ വന്നു.
ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ഹാപ്പി തോമച്ച ഒരു ഉമ്മ രണ്ടാള് ഹായ്. തന്നിന്റെ കൈ പിടിച്ചേ. തന്നെ എന്റെ കൈ പിടിച്ചിട്ട് വായാ അതേ കയറി പോണു. അയ്യോ കേറാൻ പറ്റുള്ള. അയ്യോ കയറാൻ പറ്റണ്ടേ? എന്റെ മുണ്ടിട്ട് കയറാൻ പറ്റല്ലേ? വളച്ചു കുത്ത തോമച്ച. ഞാൻ മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. തോമച്ചന്റെ മുണ്ടൊക്കെ കുത്തിയിട്ട് വളച്ചു കുത്തിയിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ. തോമച്ചൻ ഐസ് ലോക്കായി. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓണസദ്യ കഴിച്ചാലോ? സത്യം പറഞ്ഞാൽ ഞാനൊന്നും റെഡി ആയിട്ടില്ല ഗൈ. നീ ഇനി റെഡി ആയിട്ടില്ലേ? ഇല്ല. അപ്പനും മോനും റെഡി ആയിട്ടിരിക്കാനുള്ള. ഞാൻ നേരത്തെ റെഡിയായി. ഇവരൊക്കെ റെഡിയാക്കാനല്ല പ്രശ്നം. തോമച്ചന്റെ മുണ്ട് കുഴപ്പമില്ലല്ലോ ഉടുപ്പിച്ചേക്കുന്നത്. തോമാച്ചന സൂപ്പറായി ജുബി മുണ്ടും. തോമച്ച ഓടാതിരിക്കേ കം കം. അപ്പയുടെ അടുത്ത് പോയിരിക്കേ. ആ തോമാച്ചൻ സാധാരണ ട്രൗസർ ഒക്കെ ഇട്ടല്ലേ കേറി ഓടി ചേറാറുണ്ട് കേട്ടാ. സോഫാമിക്ക് ഇപ്പൊ കേറാൻ പറ്റാത്ത അവസ്ഥ. തന്നോട് വാ വാ. തനു ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കണത്. പിന്നെ ഞാൻ ശരിയാക്കി. ആ ഞങ്ങളതെ ഞങ്ങളെ ഓണക്കോടിയൊക്കെ എടുത്ത് സെറ്റായിട്ടാ. ഇത് ചേട്ടൻ ചേട്ടൻ എന്തത് പാട്ട് കച്ചേരിയാ? അമ്മ എന്നിട്ട് പാട്ട് പാടി പേടിപ്പിച്ചിട്ടുണ്ടാ തന്നെ? പിന്നെ ഞാനേ പിള്ളേർക്ക് മാവേലിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. മാവേലിനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കേണ്ട രണ്ട് പ്രായങ്ങൾ. അല്ല നമ്മളിപ്പോഴേ പറഞ്ഞു കൊടുക്കണം. മോട്ടേന്ന് വരിയാത്ത പിള്ളേർക്കാണ് മാവേലി. അവരൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലേ. അപ്പക്ക് പരിപാടി അവരുടെ ഓണം സ്റ്റാർട്ടായി. ഓണക്കോഴി അല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചാലോ? ആ ഭക്ഷണം ചേച്ചി എവിടെയാ? ചേച്ചി ആ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? വെച്ചാ ഭക്ഷണം കഴിക്കാം. വാ. സദ്യ തനുവിന്റെ ഓണം അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളാരും കഴിച്ചു തുടങ്ങിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. തോമാച്ചൻ അവിടെ പപ്പടം നിന്നിട്ടിരിക്കുകയാണ്. അവൻ എന്തേലും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. ഈശോയി ഇതെന്തുട്ട് കഴിക്കലത്? എല്ലേന്ന് പുറത്തേക്ക് എടുത്തിട്ട് കഴിക്കോ? ആദ്യം എങ്ങനെയാ? പരിപ്പ് ഒഴിച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. നെയ്യ് ഇഷ്ടമില്ല. ഓക്കെ ഈ കുറച്ച് മതി. കുറച്ച് മതി 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 മതി. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം കുശാലായില്ലേ? കൊറേ വിഭവങ്ങളായി. അവിയല്, ഓലൻ, കാളൻ, പിന്നെ എന്താ പൈനാപ്പിൾ കറി, കൂട്ടുകറി, പൈനാപ്പിൾ കറി തന്നെ. പിന്നെ കിച്ചടി, കാബേജ്, അച്ചാറ്, പുളിഞ്ചി, പപ്പടം, പഴം, പായസം, പിന്നെ 2 തരം ഉപ്പേരികള് അല്ലേ? ചേട്ടകളെ പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ കഴിച്ചു തുടങ്ങി. തന്നിന്റെ കഴിച്ച് കഴിയാറായി. ആഘോഷിക്കാണ് കൊച്ചിരുന്നിട്ട്. ചേച്ചി എങ്ങനെയുണ്ട് ഓണം? ഹാപ്പി ഓണം. തനുവിന്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോയി. ഫുഡ് ഫുള്ള് വേസ്റ്റ് ആക്കി. തന്റെ കഴിയുന്നട്ടാ ഉണ്ണിയപ്പ. അവൾക്ക് ഇതൊരു പല്ല് വരാത്ത കാരണമാണ്. ഇവിടെ ഒരാൾ ഇലയിന്ന് കഴിച്ചിട്ട് തൃപ്തി വരാഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി നിന്ന് കഴിക്കുന്നുണ്ട്. ചേട്ടായി ഒരു മൈൻഡ് പോലും ഇല്ല. അങ്ങനെ ഓണസദ്യ കഴിച്ച് ക്ഷീണിച്ചു നമ്മള് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? സദ്യ അടിപൊളി സദ്യയാണ്. നമ്മളിവിടെ വെച്ച് ഇവരും ഞാനും കുറച്ച് സഹായിച്ചു. നാളികേരൊക്കെ ചിരണ്ടിയിട്ട്. പിന്നെ ഇവര് നന്നാ അടിപൊളിയായിട്ട് വെച്ച് സദ്യ 20ഓളം കറികളുണ്ടായിരുന്നു മൊത്തത്തില്. നമ്മൾ സാധാരണ പുറത്തു പോയിട്ട് കഴിക്കാറ്. പക്ഷെ ഇത് അടിപൊളിയായിട്ട് വയറൊക്കെ നിറഞ്ഞു. ക്ഷീണായി. ഉറക്കം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇനി കിടന്ന് ഉറങ്ങണം സുഖമായിട്ട് അല്ലെ? സദ്യ കഴിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇനി കിടന്ന് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. നന്നായി ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നോക്കിക്കൂടി ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടപ്പെട്ടെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. ഞങ്ങളത് നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി എടുക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ. ബൈ.